ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഈ ഒരു സമയത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സ്ക്രീനിലിപ്പോൾ 2 ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. കുറച്ചൊരു കാം മൈൻഡിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. അപ്പോൾ എന്നാണോ നിങ്ങൾ ഈ റീഡിങ്ങിലോട്ട് അട്രാക്ട് ചെയ്ത് വരുന്നത് അതാണ് കറക്റ്റ് ടൈം ഇത് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് നോക്കാം. പൈൽ നമ്പർ 1. Thank you. Sun 19 വന്നിട്ടുണ്ട്, 10ൻ്റെ എനർജി. അതുപോലെ തന്നെ 1 and 9. Five of Pentacles, 6 of Swords, 6 of Wands, 6ൻ്റെ നമ്പർ വന്നിട്ടുണ്ട്, 10 of Swords. ബാക്കിൽ 9 of Swordsൻ്റെ എനർജിയാണ്. ഇവിടെ സൺ വന്നിട്ട് ഈ ഒരു സമയത്ത് ഒത്തിരി പോസിറ്റീവ് എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങളുടെ ഇമ്പ്രൂവ് ആകുന്നതാണ്. അതുപോലെ തന്നെ ഒത്തിരി ഹാപ്പിനെസ്, കുട്ടികളുടെ എനർജി ഈ ഒരു സമയത്ത് ഒത്തിരി ഫോക്കസിൽ വരുന്നുണ്ട്. അവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ടെൻഷൻസ് ഉണ്ടെങ്കിൽ അതിവിടെ എൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുന്നുണ്ടാകാം. ഓക്കെ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഗുഡ് ന്യൂസ്, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന എന്തെങ്കിലുമൊക്കെ എനർജി ഈ ഒരു ദിവസം സംഭവിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. കുറച്ച് പേർ എന്തെങ്കിലും അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. ഇതുവരെ ട്രൈ ചെയ്യാത്ത എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കാം. ഈ ഒരു സമയത്ത് മെയിൻ ഒരു പ്രോബ്ലം വന്നിട്ട് എനിക്കിവിടെ 5 of Pentaclesൻ്റെ എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് ഇത് മണി, ഫിനാൻസ് ആയിട്ട് അല്ലെങ്കിൽ സെൽഫ് വർത്ത് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കാം. സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുന്ന ഒരു എനർജി കുറച്ച് പേരുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടാകാം. ഓക്കെ. അപ്പോൾ അവിടെ എങ്ങനെ ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരണം, ആ ഒരു സ്റ്റേറ്റ് എങ്ങനെ മറികടക്കണം. ഓക്കെ. കുറച്ചും കൂടെ ആ ഒരു പീസ്, ഹാർമണിയുടെ എനർജിയിലോട്ട് മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കാനായിട്ടാണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയുന്നത്. കുറച്ച് പേർക്ക് ഇത് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. അവിടെ ഉണ്ടായേക്കുന്ന സംഭവങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ലാക്ക് മെൻറ്റാലിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകാം. നിങ്ങൾക്ക് കുറവുള്ളതായിട്ട്, നിങ്ങൾക്ക് പ്രോബ്ലം ഉള്ളതായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു എംപ്റ്റിനെസ് കൊണ്ടുവന്നിട്ടുണ്ടാകാം, ഒരു ശൂന്യതയുടെ എനർജി അല്ലെങ്കിൽ ഒരു ബോർഡം. അപ്പോൾ അതിൽ നിന്നെല്ലാം മൂവ് ഓൺ ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കുക. അതിന് പകരമായിട്ട് നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ്, നിങ്ങൾക്ക് എന്തൊക്കെ നേടാനായിട്ട് സാധിച്ചു, നിങ്ങൾ പാസ്റ്റിൽ എങ്ങനെയായിരുന്നു, ഈ ഒരു സമയത്ത് ഇപ്പോൾ നിങ്ങളുടെ എനർജി എന്താണ്. അപ്പോൾ ആ ഒരു ജേർണി, പാസ്റ്റിൽ നിന്ന് ഇതുവരെയുള്ള ജേർണി നിങ്ങൾ കുറച്ചും കൂടെ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ എഫേർട്സ്, നിങ്ങളെടുത്ത ആ ഒരു എഫേർട്ട്, നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട്, ഓക്കെ, നിങ്ങളെ കുറച്ചും കൂടെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കാനായിട്ടാണ് പറയുന്നത്. കുറച്ചും കൂടെ പവർഫുള്ളായിട്ട് അഗെയിൻ ഈ ഒരു പവർ, അഗെയിൻ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും തിരിച്ച് നിങ്ങൾ ഈ ഒരു സ്ട്രെങ്ത്തിൻ്റെ എനർജിയിലോട്ട് അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് എനർജിയിലോട്ട് മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. അതുപോലെ തന്നെ ഇവിടെ 10 of Swordsൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ, അതിന് ഒരു സൊല്യൂഷൻ ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ പറയാനായിട്ടുണ്ടാകാം, പക്ഷെ തുറന്ന് പറയാനായിട്ട് സാധിക്കുന്നില്ല. ആ ഒരു ഐസ് ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനത്തെ എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഓവർകം ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ഈ ഒരു ദിവസം സാധിക്കുന്നുണ്ടാകാം. അത് നിങ്ങളെ ഈ ഒരു 9 of Swordsൻ്റെ എനർജിയിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഫിയർ, ആങ്സൈറ്റിയുടെ എനർജിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അവിടെ കുറച്ചൊരു ഹീലിംഗ് ലഭിക്കുന്നതാണ്. ചിലപ്പോൾ അത് തുറന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ദേഷ്യം അല്ലെങ്കിൽ ആ ഒരു പേടി, ആങ്ഷ്യസ് ആയിട്ടുള്ള എനർജിയിൽ നിന്നിട്ട് പുറത്ത് കടക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ വന്നിട്ട് ആർ യു പ്രിപ്പയർഡ് ടു ഹാവ് എ ന്യൂ ബിഗിനിങ് ഇൻ ലവ്. കുറച്ച് പേർക്ക്
ലവ്, റിലേഷൻഷിപ്പ്, ഫാമിലി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ അഗെയിൻ ബ്ലെസ്സിങ്സ്, എന്തെങ്കിലുമൊക്കെ ഗുഡ് ന്യൂസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നിങ്ങളുടെ ആർക്കേഞ്ചലിന് എന്താണ് പറയാനുള്ളത് നോക്കാം. താങ്ക് യു. Teaching and learning, Archangel Zadkiel. Keep an open mind and learn new ideas, then teach these ideas to others. കുറച്ച് പേർക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ സൈക്കിൾ എൻഡ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു ബ്ലെസ്സിങ് ആയിരിക്കും. കുറച്ച് പേരോട് ഇന്നത്തെ ദിവസം വന്നിട്ട് കുറച്ചുകൂടെ ഓപ്പൺ മൈൻഡഡ് ആയിട്ടിരിക്കാനായിട്ടും പറയുന്നുണ്ട്. കുറച്ചും കൂടെ തുറന്ന മനസ്ഥിതിയോടുകൂടി കാര്യങ്ങളെ സമീപിക്കാനായിട്ട്, പഠിക്കാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പുതിയ ഐഡിയ വരുന്നുണ്ടാകാം, പുതിയ കാര്യങ്ങൾ നിങ്ങളിന്ന് ലേൺ ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയ വരുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടാകാം. ചിലപ്പോൾ എഗെയിൻ ഈ ഒരു ലീഡർഷിപ്പ് റോളായിരിക്കാം കുറച്ച് പേരിന്ന് വഹിക്കുന്നുണ്ടാകുക. അപ്പോൾ നിങ്ങളുടെ ടീമിനെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യുക, കറക്റ്റായിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. ഓക്കെ, ആ ഒരു എനർജിയിലിരിക്കാനായിട്ടും കുറച്ച് പേരോട് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ട് നിങ്ങൾ എന്താണോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ചിട്ട് നന്നായിട്ട് പഠിക്കാനായിട്ട്, ലേൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളുടെ പഠനത്തിൽ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചാലഞ്ചസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മറികടക്കാനായിട്ട് ഒത്തിരി സപ്പോർട്ട് ഉണ്ടാകുന്നതാണ്. മെയിനായിട്ട് നിങ്ങളുടെ ഇന്നർ വിസ്ഡം, നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള വിസ്ഡം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കൂടുതൽ പഠിക്കുന്നത്, ലേൺ ചെയ്യുന്നത്, നിങ്ങളെ അപ്ഗ്രേഡ് ചെയ്യുന്നതും നിങ്ങളെ ഈ ഒരു സമയത്ത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. വേറെന്ത് മെസ്സേജസ് ആണുള്ളത് നോക്കാം. പായൽ നമ്പർ 1. The situation will improve. ഇതെനിക്കൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ എന്ത് സിറ്റുവേഷനിലാണോ ഉള്ളത് അത് ഇമ്പ്രൂവ് ആകുന്നതാണ്, മുന്നോട്ട് നീങ്ങാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് മുന്നേറാനായിട്ട് ശ്രമിക്കുക. ബി അസേർട്ടീവ്. ഓക്കെ, വേറെ എന്ത് എനർജിയാണ്? താങ്ക് യു. കണ്ടില്ലേ, ക്ലോസിങ് എ ചാപ്റ്റർ. ഡെഫിനറ്റ്ലി എന്തൊക്കെയോ പാസ്റ്റിലെ, പ്രീവിയസിലെ എനർജീസ് ഇവിടെ എൻഡിലോട്ട് വരുന്നതാണ്. കുറച്ച് പേര് എന്തെങ്കിലും സ്റ്റോപ്പ് ചെയ്തിട്ട് ന്യൂ ബിഗിനിങ് കൊണ്ടുവരുന്നതായിരിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബിസിനസ് ഉണ്ടെങ്കിൽ, ഷോപ്പ് ഉണ്ടെങ്കിൽ അത് കുറച്ച് ദിവസം അടച്ചിട്ടിട്ട് എന്തെങ്കിലുമൊക്കെ റിനോവേഷൻ വർക്ക് ചെയ്തിട്ട് റീ ഓപ്പണിങ്ങിൻ്റെ എനർജി ആയിരിക്കാം. കുറച്ച് പേർക്കത് പുതിയ രീതിയിൽ വേറൊരു സ്ഥലത്ത് തുടങ്ങുന്ന എനർജി ആയിരിക്കാം. ഓക്കെ, കുറച്ച് പേർക്ക് അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ബ്രാഞ്ചസ് തുടങ്ങുന്നതായിരിക്കാം. കുറച്ച് പേർക്ക് പുതിയൊരു ചാപ്റ്റർ ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട്, പാസ്റ്റിലെ പ്രീവിയസിലെ എന്തൊക്കെയോ ലെസൺസ് എൻഡ് ചെയ്തിട്ട് പുതിയൊരു ചാപ്റ്റർ, പുതിയൊരു എപ്പിസോഡിലോട്ട് നിങ്ങൾ കടക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ചാപ്റ്ററിൽ വന്നിട്ട് കുറേ കൂടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ലേൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം ഒത്തിരി പോസിറ്റീവ് എനർജിയാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, ഒൺലി തിങ് നിങ്ങൾ ഈ ഒരു 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയിൽ, ലാക്ക് മെൻറ്റാലിറ്റിയിൽ, ആ ഒരു പോവർട്ടി കോൺഷ്യസ്നെസ്സിൽ ഇരിക്കാതിരിക്കുക. ഓക്കെ, നിങ്ങൾ കുറച്ച് കാണാതിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അപ്സെറ്റ് ആകാതിരിക്കുക. ഓക്കെ, അത് ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പായൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. നിങ്ങൾ എന്താണോ ഈ ഒരു റീഡിങ്ങിലോട്ട് അട്രാക്ട് ചെയ്ത് വരുന്നത് അതാണ് കറക്റ്റ് ടൈം ഇത് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. പായൽ നമ്പർ 2. Thank you. Eight of Pentacles, 10 of Wands, Hermit, the Devil, 5 of Cups. ഇന്നത്തെ ദിവസം വന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ സമയം അല്ലെങ്കിൽ നിങ്ങളുടെ മണി, നിങ്ങളുടെ ഊർജം എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ബാഡ് ന്യൂസ് അല്ലെങ്കിൽ വേൾഡിൽ നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും കുറച്ച് പേരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിർത്തുന്നുണ്ടാകാം.
കുറച്ച് പേർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കുറച്ച് കെയർഫുൾ ആകുക. പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയ, ബ്രീത്തിങ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സ്ഥലങ്ങളിൽ പോകാതിരിക്കാനായിട്ട് ഈ ഒരു സമയം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ 8 ഓഫ് പെൻറ്റക്കിൾസിൽ വന്നിട്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വർക്കിൽ കുറേ കൂടെ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാകാം, ഓവർ ടൈം വർക്ക് ചെയ്യുന്നുണ്ടാകാം, എന്തെങ്കിലും ക്രിയേറ്റീവ് പ്രൊജക്ട്സിൽ അറ്റ് പ്രസൻറ്റ് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടാകാം. കുറച്ച് പേര് നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാൻഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന എന്തെങ്കിലും വർക്കായിരിക്കാം. അപ്പോൾ ഒത്തിരി ടെൻഷൻസ് അല്ലെങ്കിൽ ഒത്തിരി ടയേർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ എനർജി ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുക. എന്താ പറയുക, നിങ്ങളുടെ എനർജി ഒന്ന് റിവൈവ് ചെയ്യാനായിട്ട്, എനർജി ഒന്ന് കൂട്ടാനായിട്ട് ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ അറ്റൻഷൻ പിടിച്ചു പറ്റാനായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഈ ഒരു സമയത്ത് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് എന്തെങ്കിലും കാര്യം നിങ്ങളുടെ അറ്റൻഷനിലോട്ട് വരുന്നതായിരിക്കാം. നിങ്ങൾ പാസ്റ്റിൽ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങൾ, മറന്നുപോയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലോട്ട് ഈ ഒരു സമയത്ത് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്ത് പ്രോബ്ലമാണോ ഉള്ളത് അതിൻ്റെ സൊല്യൂഷൻ വന്നിട്ട് കുറച്ചൊരു കാമായിട്ടിരിക്കുന്ന സമയത്ത്, കുറച്ചുകൂടെ പീസ്ഫുള്ളായിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം ലഭിക്കുന്നതാണ്. ചിലപ്പോൾ നമ്മൾ ഒത്തിരി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഒരു കാര്യം ചെയ്യുന്നു, ട്രൈ ചെയ്തു നടന്നില്ല, പിന്നെയും ട്രൈ ചെയ്തു നടന്നില്ല, അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആകുന്നതാണ്. പിന്നെയും ആ ഒരു സമയത്ത് നമ്മൾ ഓവറായിട്ട് ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ കുറച്ചൊന്ന് മാറിയിരിക്കാനായിട്ട്, കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട്, ആ ഒരു സ്പേസ് ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് കുറച്ച് സമയം കൊടുക്കുക. അതിനുശേഷം ആ ഒരു എന്താണോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആ ഒരു എനർജി കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് എന്തെങ്കിലും ഒരു ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, ചിലപ്പോൾ ഓവറായിട്ട് നിങ്ങൾ എനർജി കൊടുക്കുന്നതായിരിക്കാം. നിങ്ങൾക്ക് ഒത്തിരി പാഷൻ ഉണ്ടാകാം, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാകാം. പക്ഷേ അവിടെ നിങ്ങളുടെ ടൈം, സ്പേസ് അല്ലെങ്കിൽ ആ ഒരു എനർജി അല്ലെങ്കിൽ മണി ആയിരിക്കാം ഓവറായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ അതൊന്ന് കെയർഫുൾ ആകുക. കുറച്ച് പേർക്ക് ഇത് ഹെൽത്തി ബൗണ്ടറിയുടെ ഒരു എനർജിയും ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ആ ഒരു നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു സമയം എടുത്തിട്ട് കുറച്ചൊരു റെസ്റ്റ് ആൻഡ് റിപ്പയർ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ബൗണ്ടറിയും കുറച്ചും കൂടെ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് നിങ്ങൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ലോഡ് തന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കുറച്ച് സമയം ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ടൈം, സ്പേസ് ലഭിക്കുന്നില്ല. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളത് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു 5 minutes 10 minutes ബ്രേക്ക് എടുക്കാനായിട്ട് നിങ്ങൾ മറക്കാതിരിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് ഈ ഒരു 5 of Cups വന്നിട്ട് എന്തെങ്കിലും പെയിൻഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ, അവിടെ ഒത്തിരി ഹീലിംഗ് എനിക്ക് ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തോ ഒരു പാസ്റ്റിലെ കാര്യത്തിനെ കുറിച്ചിട്ടുള്ള ഒരു അവെയർനെസ്സും നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതാണ്. അതിനെ നിങ്ങളെ ലോജിക്കൽ തിങ്കിങ് ഈ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പ്രാക്ടിക്കലായിട്ട് പ്രായോഗികമായിട്ട് ചിന്തിക്കുമ്പോൾ അതിൻ്റെ ആൻസർ ലഭിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കുറച്ച് പേരോട് പറയുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒത്തിരി ഐഡിയ വരുന്നുണ്ടാകാം, ഒത്തിരി കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ചെയ്യാനായിട്ടുള്ള ഐഡിയ വരുന്നുണ്ടാകാം. പക്ഷേ അതിൽ നിങ്ങൾ ഏത് എനർജിയിലാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, ഫോക്കസ് കൊടുക്കേണ്ടത്, അതിനനുസരിച്ചിട്ട് നിങ്ങൾ കാര്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ടും ശ്രമിക്കുക. അതും നിങ്ങളെ കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് ആയിട്ട് നിർത്താനായിട്ട്, കാര്യങ്ങളെ കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ട് നിർത്താനായിട്ട് ഈ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് നിങ്ങളുടെ ആർക്കേഞ്ചലിന് എന്താണ് പറയാനുള്ളത് നോക്കാം. പാനൽ നമ്പർ 2 ആർക്കേഞ്ചലിന് എന്താണ് പറയാനുള്ളത്? ചക്ര ക്ലിയറിംഗ്, ആർക്കേഞ്ചൽ മെറ്റട്രോൺ ആണ് വന്നിരിക്കുന്നത്. കോൾ അപ്പോൺ മീ ടു ക്ലിയർ ആൻഡ് ഓപ്പൺ യുവർ ചക്രാസ് യൂസിങ് സീക്രട്ട് ജോമെട്രിക് ഷേപ്സ്. ഇവിടെ വന്നിട്ട് ചക്ര മെഡിറ്റേഷൻ ചെയ്യാനായിട്ട്, എന്തെങ്കിലുമൊക്കെ ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കാനായിട്ടാണ് പറയുന്നത്. മെയിനായിട്ട് നിങ്ങളുടെ തേർഡ് ഐ ചക്ര കുറച്ചും കൂടെ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, വേറെ എന്ത് മെസ്സേജസ് ആണുള്ളത് നോക്കാം. ലിമിറ്റിംഗ് ബിലീവ്സ്, കുറച്ച് പേരോട് ഈ ഒരു സമയം വന്നിട്ട് നിങ്ങളെ ലിമിറ്റഡായിട്ട് നിർത്താതിരിക്കാനായിട്ടും പറയുന്നുണ്ട്. അതായത് ഒരു ചട്ടക്കൂടിൽ ഒതുക്കി നിർത്താതിരിക്കുക. കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ഈ ഒരു ലിമിറ്റിംഗ് ബിലീഫിൽ നിന്നിട്ട്, നിങ്ങളെക്കുറിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പാസ്റ്റിൽ പഠിച്ചു വന്നിരുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ആ ഒരു
എന്താ പറയുക, ആ ഒരു ബോർഡർ ക്രോസ് ചെയ്തിട്ട് കുറച്ചും കൂടെ ആ ഒരു എക്സ്പാൻഷൻ്റെ എനർജി, കുറച്ചും കൂടെ ലൈഫിനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട്, കുറച്ചും കൂടെ നിങ്ങളെ ലിമിറ്റ്ലെസ് ആയിട്ട് നിങ്ങളെ കാണാനായിട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ സാധിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ ആ ഒരു ജേർണിയിലായിരിക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, നിങ്ങളെ ആ ഒരു ലിമിറ്റഡ് ആയിട്ട് വെക്കുന്ന ചിന്തകൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം എന്തൊക്കെയാണ്, ഓക്കെ, അതിലെല്ലാം ക്ലെൻസിങ് നടക്കുന്നതായിട്ട് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബിലീഫ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിച്ച് വെക്കുന്ന പല കാര്യങ്ങളുമാണ്. സൊസൈറ്റി നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്, ഫാമിലിയിൽ നിന്നിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതെല്ലാം മറികടന്നിട്ട് കുറച്ചും കൂടെ എക്സ്പാൻഷൻ്റെ ആ ഒരു ജേർണിയിലോട്ടാണ് നിങ്ങൾ കടക്കാനായിട്ട് പോകുന്നത്. ഷൈൻ യുവർ ലൈറ്റ്. നിങ്ങളുടെ ലൈറ്റ് ഡിം ചെയ്യാതിരിക്കുക. കുറച്ച് പേർക്ക് ഒത്തിരി ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് ചുറ്റും ഫീൽ ചെയ്യുന്നുണ്ടാകാം. നിങ്ങളൊരു കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം, പക്ഷെ 10 പേര് അതിന് എതിര് പറയുന്നുണ്ടാകാം. അല്ലെങ്കിൽ ഒത്തിരി ഡിസ്റ്റർബൻസ്, ഒന്നിലും ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു എനർജിയും ഈ ഒരു സമയത്തൊന്ന് ക്ലിയർ ചെയ്യാനായിട്ട്, ക്ലെൻസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ബാക്കിൽ വന്നിട്ട് എക്സ്പെക്റ്റേഷൻ വന്നിട്ടുണ്ട്, പ്രതീക്ഷ, കോപ്പിയിങ് അതേഴ്സ്. ആരെയും കോപ്പി ചെയ്യാതിരിക്കുക, മറ്റുള്ളവരുടെ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പോലെ പെരുമാറുക. ഓക്കെ, അതെല്ലാം നിങ്ങളുടെ ലൈറ്റ് ഡിം ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു ഒത്തൻറ്റിക് സെൽഫ്, നിങ്ങളെന്താണോ ആ ഒരു എനർജിയിലിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.